എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. NTPC ഗ്രാജുവേറ്റ് ലെവല് ടയർ 2 എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. ജൂലൈ 10 തീയതിയാണ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ടയർ 2 എക്സാമിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ റാങ്ക് നിശ്ചയിക്കുന്ന ഒരു ഭാഗമാണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. കാരണം 50 മാർക്കാണ് വെയിറ്റേജ്. ടയർ 1-ന് 40 മാർക്ക് വെയിറ്റേജ് ആണ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ടയർ 2-ന് 50 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കട്ട് ഓഫ് മോസ്റ്റ് പ്രോബ്ലി എത്രയ്ക്ക് മുകളിൽ പോകും, 80-90 ഒക്കെ പോകാനുള്ള സാധ്യത കട്ട് ഓഫിനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജനറൽ അവയർനെസ്സിൽ ഈ 50 മാർക്ക് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ്. കാരണം സയൻസിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാത്സോ റീസണിങ്ങോ അറിയാവുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് ഇയർ അവർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും, അതിനകത്ത് സ്കോർ ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ബിടെക് ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് മാത്സ് റീസണിങ് നല്ല എളുപ്പമാണ്. അപ്പോൾ അവർ ചിലപ്പോൾ മാത്സിന്റെയും റീസണിങ്ങിന്റെയും ഒരു പച്ചയിലായിരിക്കാം ഫസ്റ്റ് ടയറിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ജിക്ക് ചിലപ്പോൾ അത്ര കണ്ട് ഫോക്കസ് ചെയ്യാത്ത കുട്ടികളായിരിക്കും. എന്നാൽ അങ്ങനെയുള്ള കുട്ടികൾ പെടാനായിട്ട് പോകുന്നത് ടയർ 2-ലാണ്. കാരണം ടയർ 2-ൽ മാത്സ് റീസണിങ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റില്ല. GK-യിൽ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കണം. നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40-ന് മുകളിൽ മാർക്ക് വരെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും പറ്റും. കാരണം നിങ്ങൾ ടയർ 1 ഓൾറെഡി പഠിച്ചിരിക്കുന്ന കുട്ടികളാണ്. ടയർ 2-ലേക്ക് സ്മാർട്ടായിട്ട് എങ്ങനെ വർക്ക് ചെയ്താൽ 40 മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അതെങ്ങനെ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ജനറൽ അവയർനെസ്സിന്റെ സിലബസ് എന്ന് പറയുന്നതിനകത്ത് ഞാൻ ഈ കാണുന്ന രീതിയിൽ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 1 GK എന്ന് പറയുന്ന ഒരു ഭാഗം, അഥവാ ജനറൽ നോളജ് എന്ന് പറയുന്ന ഒരു ഭാഗം. 2 ജനറൽ സയൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം. NTPCയുടെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം, സയൻസ് സെപ്പറേറ്റ് ഒരു ടോപ്പിക് ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. ജനറൽ അവയർനെസ്സിനകത്ത് തന്നെയാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, ജനറൽ സയൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. 3 കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പോൾ ഈ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ജനറൽ അവയർനെസ്സിനെ ഡിവൈഡ് ചെയ്യാം. ഇനി ഇതിനകത്ത് ഓരോന്നിനകത്തും എന്തൊക്കെ പഠിക്കാനാണ് നമുക്ക് നോക്കാം. ആദ്യം GK ജനറൽ നോളജ് എന്ന് പറയുന്ന ഭാഗത്തിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത് നോക്കാം. ജനറൽ നോളജ് എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. അത് സിലബസിനകത്ത് കൊടുത്തിരിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ. ഫ്രീഡം സ്ട്രഗിളിൽ നിന്ന് ചോദ്യം വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇതിനകത്ത് തന്നെ എവിഡന്റ് ആണ്. മോണുമെന്റ്സ് ആൻഡ് പ്ലേസസ് ഓഫ് ഇന്ത്യ. ഇത് സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുന്നതാണ്. ഈ ലാസ്റ്റ് 2 പോയിന്റ്സ്, മോണുമെന്റ്സ് ആൻഡ് പ്ലേസസ് ഓഫ് ഇന്ത്യ, ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതെല്ലാം നമ്മുടെ കുറച്ചുകൂടെ ഒരു സ്റ്റാറ്റിക് GK ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഹിസ്റ്ററി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജോഗ്രഫി പഠിക്കാനുണ്ട്. അത് സിലബസിനകത്ത് കൊടുത്തിരിക്കുന്നത് ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുമ്പോൾ നദികൾ, മലകളെല്ലാം വരും. സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജോഗ്രഫി, NCERT പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാവുന്നതാണ്. സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജോഗ്രഫി, നമുക്ക് എക്കണോമിക് ജോഗ്രഫി ഒക്കെ പഠിക്കാനുണ്ട്. സെൻസസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെയാണ്. ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ബേസിക്കലി NCERT ബേസ്ഡ് ആയിരിക്കും ഇവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങൾ. 3 എക്കോണമി, ഒറ്റ വേടേ ഉള്ളൂ, ഇന്ത്യൻ എക്കോണമി. ഇവിടെ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ കുറവാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടുതലും വരുന്നത് ബഡ്ജറ്റ് റിലേറ്റഡോ സ്കീംസ് റിലേറ്റഡോ ആണ്. കൂടുതൽ കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് വരുന്നത്. പൊളിറ്റി, ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം, ഈ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, പൊളിറ്റി ആൻഡ് ഗവേണൻസ്, ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് ചോദ്യങ്ങൾ വരും, ഗവേണൻസിൽ നിന്ന് ചോദ്യങ്ങൾ വരും, കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾസ് ചോദിക്കും. പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇലക്ഷൻ നടന്ന് ഏതെങ്കിലും പാർട്ടി കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഖ്യമന്ത്രി ആരാണ്, ഗവർണർ ആരാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിക്കും. കറണ്ട് അഫയർ റിലേറ്റഡ് ആയിരിക്കും. പക്ഷെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കറണ്ട് അഫയർ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം പൊളിറ്റി റിലേറ്റഡ് ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ കവർ ചെയ്യുന്ന ഭാഗമാണ്. ബേസിക്കലി കമ്പ്യൂട്ടറിൽ നിന്നും ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷവും ഉണ്ടായിരിക്കും, പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിന് പുറമെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്റ്റാറ്റിക് GK. ഈ 5 വിഷയങ്ങളിൽ ഓൾറെഡി കവർ ചെയ്ത് പോകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ 5 വിഷയങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് അതിനെ പരിഗണിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ജനറൽ നോളജ് എന്ന് പറയുന്ന ജനറൽ അവയർനെസ്സിന്റെ ആദ്യ ഭാഗത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ജനറൽ സയൻസ് ആണ്. അതിന് മുന്നേ സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന ഈ പോർഷനകത്ത് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഗെയിംസ് ആൻഡ് സ്പോർട്സ്, ഇതിനകത്തുനിന്നും കൂടുതൽ കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ പറയുന്ന സ്റ്റാറ്റിക് GK എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടെങ്കിലും പൊതുവെ RRBക്ക് ചോദിക്കുന്നത് ഈ ഭാഗത്തു നിന്നെല്ലാം കറണ്ട് അഫയർ റിലേറ്റഡ് ആണ്. ഗെയിംസ് ആൻഡ് സ്പോർട്സ്, ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ്, നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് കപ്പ്, അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെയോ ക്രിക്കറ്റിൻ്റെയോ ഹോക്കിയുടെയോ മറ്റേതെങ്കിലും ഗെയിംസ് അതൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, മത്സരങ്ങൾ, ട്രോഫീസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ ചോദിക്കാം. ഇന്ത്യൻ ലിറ്ററേച്ചർ, കറന്റ്ലി കിട്ടിയിട്ടുള്ള അവാർഡുകളെ പറ്റി ചോദിക്കാം. അതൊക്കെ കറണ്ട് അഫയേഴ്സ് ആണ്. UN ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് വേൾഡ് ഓർഗനൈസേഷൻസ്, കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് എല്ലാം വരാൻ സാധ്യതയുള്ളത്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. അതും നമ്മൾ സ്റ്റാറ്റിക്കിനകത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ജനറൽ സയൻസ്. ജനറൽ സയൻസിൽ 2 ഭാഗങ്ങളുണ്ട്. ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ് എന്ന് പറഞ്ഞൊരു ഭാഗം, അപ് ടു 10th ലെവൽ CBSE. ഇവിടെ 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. 2 ജനറൽ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് ഇൻക്ലൂഡിംഗ് സ്പേസ് ആൻഡ് ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഓഫ് ഇന്ത്യ.
കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നാസയെ പറ്റി, ISROയെ പറ്റി, മറ്റ് സ്പേസ് ഏജൻസീസിനെ പറ്റി, DRDOയെ പറ്റി, ഇന്ത്യൻ മിസൈൽ സിസ്റ്റത്തെ പറ്റി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ചോദിക്കാറുണ്ട്. അതല്ലാതെ മറ്റ് ബയോടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഇതിനകത്ത് കൂടുതൽ വെയിറ്റേജ് താഴെ കാണുന്ന ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്തിനാണ്. എന്നിരുന്നാലും ഇവിടെ നിന്നും ഈ ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, കറണ്ട് അഫയർ റിലേറ്റഡ്, കറണ്ട് ഇവന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്. ഇത് ഈ പറയുന്ന എല്ലാ സബ്ജക്റ്റുകളിൽ നിന്നും കറണ്ട് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചോദിക്കാറുണ്ട് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ജനറൽ അവയർനെസിന്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ചാർട്ട് കാണിച്ചു തരാം. ഇത് 2024 നോട്ടിഫിക്കേഷൻ പ്രകാരം 2 ടയറിലായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ള NTPC CBT2 ഗ്രാജുവേറ്റ് ലെവലിന്റെ ഒരു കമ്പാരിസൺ ചാർട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 ഷിഫ്റ്റുകൾ, ഒരു ഷിഫ്റ്റിന് ഞാൻ ഓറഞ്ച് കളറും ഒരു ഷിഫ്റ്റിന് ഞാൻ ബ്ലൂ കളറുമാണ് കൊടുത്തിരിക്കുന്നത്. സയൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. 15 ചോദ്യം ഒരു ഷിഫ്റ്റിനും 10 ചോദ്യം സെക്കൻഡ് ഷിഫ്റ്റിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 15-10 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്ന് മാത്രമല്ല ചോദ്യങ്ങൾ. എവിടെ നിന്നുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ ISRO, നാസ, മറ്റ് സ്പേസ് ഏജൻസീസ്, അതുപോലെ തന്നെ DRDO, ബയോടെക്നോളജി, അങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ബയോളജിയിൽ നിന്നുള്ള ചോദ്യങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു 15-10 ചോദ്യങ്ങളുടെ അടുത്ത് 2 ഷിഫ്റ്റുകളായിട്ട് വന്നിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ഒരു 12-10 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ജോഗ്രഫി ഒരു 7 ചോദ്യം 2 ഷിഫ്റ്റിലും കാണാനായിട്ട് സാധിക്കും. ഹിസ്റ്ററി 9-8 ചോദ്യങ്ങൾ ഏകദേശം കാണാനായിട്ട് സാധിക്കും. പൊളിറ്റി ഈ പറഞ്ഞ പോലെ ഒരു 5-6 ചോദ്യങ്ങൾ. കമ്പ്യൂട്ടറിൽ നിന്ന് 4-5 ചോദ്യങ്ങൾ. എക്കോണമി ഏറ്റവും കുറവ് ചോദ്യങ്ങൾ മാത്രമാണുള്ളത്. സ്ട്രാറ്റജിക് ക്വസ്റ്റ്യൻസ് ഓരോ മെയിൻ സബ്ജക്റ്റിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നിന്നെല്ലാം സ്റ്റാറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ CBT2 ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ജനറൽ സയൻസിൽ നിന്ന് ഒരു 12-13 ചോദ്യങ്ങൾ, കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഒരു 11 ചോദ്യങ്ങൾ, ജോഗ്രഫിയിൽ നിന്ന് ഒരു 7 ചോദ്യം, ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ നിന്ന് ഒരു 6-7 ചോദ്യങ്ങൾ, പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു 5-6 ചോദ്യങ്ങൾ, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് ഒരു 4-5 ചോദ്യങ്ങൾ, എക്കോണമിയിൽ നിന്ന് ഒരു 2-3 ചോദ്യങ്ങൾ. ഈ ഒരു രീതിയിലാണ് ആവറേജ് വെയിറ്റേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് GKക്ക്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ഈ സബ്ജക്റ്റിനെ പ്രിപ്പയർ ചെയ്യേണ്ടത്? നമുക്കതൊന്ന് നോക്കാം. സയൻസിനും കറണ്ട് അഫയേഴ്സിനും മുൻഗണന കൊടുത്തേ പറ്റൂ. കാരണം കുറച്ചുകൂടി ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്, വെയിറ്റേജ് വൈസും കൂടുതലാണ്. അപ്പോൾ ലാസ്റ്റ് 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിക്കുക. 40% വെയിറ്റേജ് ചോദ്യങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നത്. സയൻസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ കമ്പൈലേഷൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അല്ലേ. സ്പോർട്സ്, അവാർഡ്സ്, സ്കീംസ്, ഒബിച്വറീസ്, ഡിഫൻസ്, അങ്ങനെ ആ രീതിയിൽ 10-15 ടോപ്പിക്കുകൾ സെഗ്രിഗേറ്റ് ചെയ്ത് ആ 15 ടോപ്പിക്സിന്റെ ഓരോ മന്തിലും വന്നിട്ടുള്ള കമ്പൈലേഷൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ആ രീതിയിൽ തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് വരുന്ന 11-12 ചോദ്യങ്ങൾ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ഒരു 6 മാസത്തെ കറണ്ട് അഫയേഴ്സിന് ഫോക്കസ് കൂടുതൽ കൊടുക്കുക. അതിന്റെ ബാക്കിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അതായത് നിങ്ങളുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് പഠിച്ചിട്ടുള്ള ആ ഒരു കറണ്ട് അഫയേഴ്സും ലാസ്റ്റ് 3 മന്ത്സിലെ കറണ്ട് അഫയേഴ്സും കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി പൊളിറ്റി ആൻഡ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ നിന്നും ഫുൾ മാർക്ക് വാങ്ങിക്കാനായിട്ട് നോക്കുക. എന്താ കാര്യം? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ 20% വെയിറ്റേജോളം വരുന്ന ഒരു ഭാഗമാണ് ഈ പൊളിറ്റി. 5-6 ചോദ്യങ്ങൾ പൊളിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ നിന്നും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പൊളിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ആർട്ടിക്കിൾസും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, ഷെഡ്യൂൾസ്, അതുപോലെ തന്നെ അതിൻ്റെ പാർട്സ്, ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് വരുന്ന എല്ലാ മാർക്കും വാങ്ങിക്കാനായിട്ട് പറ്റും. അതിന് ഔട്ട് ഓഫ് സിലബസിൽ നിന്നും പൊളിറ്റി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് പൊളിറ്റി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഈ പറഞ്ഞ പോലെ റിട്ടേൺ കിട്ടാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ മാരത്തോൺ ക്ലാസ്സുകളും തന്നെ കണ്ടാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ഏകദേശം ഒരു 10 മാർക്കിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ വരും. ഈ 10 മാർക്കിൽ ഫുള്ള് വാങ്ങിക്കാനായിട്ട് നോക്കുക. മുകളിൽ കൊടുത്തിരിക്കുന്നതിന് 40% വെയിറ്റേജ് കഷ്ടിയുണ്ട് അല്ലേ. അതായത് ഏകദേശം ഒരു 20 മാർക്ക് അവിടെ നിന്ന് വരുന്നുണ്ട്. ആ 20 മാർക്ക് അല്ലെങ്കിൽ 25 മാർക്ക് 22 മാർക്കോളം കഷ്ടി വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത്, ഇത് നമ്മുടെ സയൻസും കറണ്ട് അഫയേഴ്സും കൂടെ ചേർത്ത് ആ 20-22 മാർക്ക് കൃത്യമായിട്ട് അതിനകത്ത് നിന്ന് ഒരു 15 മാർക്കിന് കൂടുതൽ വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ ഏകദേശം 25 മാർക്കോളം നിങ്ങളുടെ കയ്യിലായി. ഇനി ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫിയുടെ അവസ്ഥ എന്താ? മാരത്തോൺസ് ഫോക്കസ് ചെയ്യുക. ഈ സമയത്ത് ഒന്നേന്ന് ക്ലാസ് കണ്ട് തീർക്കാൻ നിൽക്കരുത്. എന്ത് ചെയ്യുക? കൂടുതൽ നമ്മുടെ മാരത്തോൺ ക്ലാസ്സുകൾ ഫോക്കസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്തിന്? ഹിസ്റ്ററിക്കും ജോഗ്രഫിയും. കാരണം വളരെ വാസ്റ്റ് ആണ്. എവിടെ നിന്ന് വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നേന്ന് പഠിച്ചിട്ട് റിവൈസ് ചെയ്യാനൊന്നും നിൽക്കരുത്. അതിനുള്ള സമയം കളയരുത്. മാരത്തോൺ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സെഷൻസ്, റിവിഷൻ ക്ലാസ്സുകളെല്ലാം മാക്സിമം കണ്ട് ഫോക്കസ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. കഴിഞ്ഞ വർഷത്തെ RRBയിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും, അതിപ്പോൾ NTPC മാത്രമല്ല, NTPC ഗ്രാജുവേറ്റ് ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ട്, ഗ്രൂപ്പ് D ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ALP ഉണ്ട്,
ടെക്നീഷ്യൻസ് എക്സാംസ് ഉണ്ട്, ജൂനിയർ എഞ്ചിനീയർ എക്സാം ഉണ്ട്, അതുപോലെ മൾട്ടിപ്പിൾ എക്സാംസ് SSCയുടെ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരുപാട് MCQs ചെയ്ത് ഹിസ്റ്ററി ജോഗ്രഫിയിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം സ്കോർ വാങ്ങിക്കാനായിട്ട് നോക്കുക. അവിടെ ക്വസ്റ്റൻസ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നിങ്ങൾ റിവിഷന് വേണ്ടി ഫോക്കസ് ചെയ്യുക, റിവിഷൻ ക്ലാസ്സുകൾ കാണുക, ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ ഓരോ ക്ലാസ്സുകളും കണ്ട് പഠിച്ച് ഇരിക്കാൻ നോക്കരുത്. പൊളിറ്റി അങ്ങനെയല്ല. പൊളിറ്റി നിങ്ങൾ ഓരോ ക്ലാസ്സുകൾ കണ്ട് സമയം എടുത്താലും നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും. ഇവിടെ നിങ്ങൾ നമ്മുടെ ക്ലാസ് മൊത്തം ഇരുന്ന് കണ്ടാൽ ഔട്ട് ഓഫ് സിലബസ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ക്ലാസ്സുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യരുത്, നിങ്ങൾ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. പൊളിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അങ്ങനെയല്ല. നമ്മൾ പഠിപ്പിക്കുന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ മുഴുവനായിട്ട് കണ്ടു തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺ അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. എക്കോണമി, ബഡ്ജറ്റിനെ പറ്റിയിട്ടും സ്കീംസിനെ പറ്റിയിട്ടും പ്രധാനമായിട്ടും പഠിച്ചു പോവുക. ഒരുപാട് നിങ്ങൾ ഡീറ്റെയിലിംഗിലേക്ക് പോകാതിരിക്കുക. വെയിറ്റേജ് താരതമ്യേന കഴിഞ്ഞ വർഷത്തെ എക്സാംസിന്റെ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റിനകത്ത് കൊടുത്തിട്ടുള്ള ഡാറ്റാസ്, ഇനി ബഡ്ജറ്റ് പഠിക്കാൻ എളുപ്പത്തിന് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ PIB അല്ലെ, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ബഡ്ജറ്റിന്റെ PDF നെറ്റിൽ അടിച്ചു നോക്കി നിങ്ങൾക്ക് കിട്ടും. ആ PDFനകത്ത് കൊടുത്തിട്ടുള്ള പൈ ചാർട്ടുകളും അതിനകത്ത് കൊടുത്തിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സും അതിനകത്ത് കൊടുത്തിട്ടുള്ള ഡാറ്റയും പഠിച്ചിട്ട് പോവുക. ഡിഫൻസിന് എത്ര പെർസെൻറ്റേജ് നീക്കിയിരിപ്പുണ്ട്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് നീക്കിയിരിപ്പുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോവുക. സ്കീംസ് ഈ പറയുന്ന പോലെ സൈറ്റുകളിൽ കയറി അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നോക്കി പഠിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ കമ്പലേഷന്റെ കൂടെ നമ്മൾ കഴിഞ്ഞ 6 മാസത്തിനകത്ത് സർക്കാർ ഇറക്കിയിട്ടുള്ള സ്കീമുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാവുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ, ഈസി ആയിട്ട് 35-40 മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. 40 മാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ റാങ്ക് ലിസ്റ്റിനകത്ത് ഇടം പിടിക്കുക തന്നെ ചെയ്യും. കാരണം 70 മാർക്കാണ് മാക്സിമം റീസണിങ്ങിനും ഉള്ളത്. ഒരു 30-35 മാർക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് വാങ്ങിക്കാൻ പറ്റി, ഒരു 65 മാർക്കോളം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മാത്സ് റീസണിങ് വാങ്ങിക്കാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലിസ്റ്റിനകത്ത് വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് കിട്ടുന്ന മാർക്കുകൾ ഈ രീതിയിൽ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്ററി ജോഗ്രഫി ഒരുപാട് ക്ലാസ്സുകൾ കണ്ട് സമയം കളയാതിരിക്കുക. പൊളിറ്റിയും കമ്പ്യൂട്ടറും കൃത്യമായ ക്ലാസ്സുകൾ കണ്ട് എല്ലാ മാർക്കും വാങ്ങിക്കാനായിട്ട് നോക്കുക. ഹിസ്റ്ററി ജോഗ്രഫി ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. കറണ്ട് അഫയേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ള 15 ടോപ്പിക്കുകളിൽ നിന്നും ലാസ്റ്റ് 6 മാസം വന്നിട്ടുള്ള കറണ്ട് അഫയർ ടോപ്പിക്സ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സയൻസിനകത്ത് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്, സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത കുട്ടികളാണെങ്കിൽ ശ്രദ്ധ കൊടുക്കേണ്ടത് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ്. കാരണം മറ്റേത് കോൺസെപ്റ്റലാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാനായിട്ട് എന്ത് ചെയ്യും, സമയമെടുക്കും. ഫിസിക്സിനകത്തും കെമിസ്ട്രിക്കകത്തും ബയോളജിക്കകത്തും ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ അത് പഠിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് സമയമെടുക്കും. നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജി ഫോക്കസ് ചെയ്യുക. അതായത് ഈ പറയുന്ന പോലെ നാസ വിക്ഷേപിച്ചിട്ടുള്ള റോക്കറ്റുകൾ അല്ലെങ്കിൽ അതിനകത്തുള്ള കറണ്ട് ഇവന്റ്സ് അതൊക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സയൻസ് അറിയാവുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ രണ്ടും ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ നിന്ന് മാക്സിമം സ്കോർ അടിക്കാനായിട്ട് നോക്കുക. ഇനി എക്കോണമിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്റിനകത്തും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കീംസിനകത്തും ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഈ പറയുന്ന രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെ മാത്രം വെച്ചുകൊണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടെസ്റ്റുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ NTPCക്ക് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് സമയം വൈകിട്ടില്ല, ഉള്ള സമയം കൃത്യമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള എല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കൃത്യമായ ഷെഡ്യൂളോടുകൂടെ നമ്മൾ ഈ കോഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് 200-ൽ പരം പ്രാക്ടീസ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആവശ്യത്തിനുള്ള എല്ലാ കണ്ടന്റുകളും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കണ്ടന്റുകളും ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കോൺസെപ്റ്റ് പഠിക്കുന്നതിന് വേണ്ടി കൺസെപ്ച്വൽ ക്ലാസ്സുകൾ നമ്മൾ റെഫറൻസിന് വേണ്ടിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എൻറ്റയർ കോഴ്സ് റെഫറൻസ് ആയിട്ടും വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഓരോ ആഴ്ചയും പഠിക്കേണ്ട ഓരോ സബ്ജക്റ്റിന്റെ ടോപ്പിക്സ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള അത്യാവശ്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സാണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അധികം സമയം നമുക്ക് കളയാനില്ല. സ്മാർട്ടായിട്ട് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സജ്ജരാക്കി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.